ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ അശ്വിൻ ശ്യാമിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു നമ്മൾ കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന ശ്യാമിനെ പിടികൂടുന്ന നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പെങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്യാം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറയുന്നുണ്ട്, അതെ, ഞാനും ശ്രുതിയും തമ്മിലും പണ്ടേ ഇഷ്ടത്തിലാണ്. ഇനി ആകെപ്പാട് ഞങ്ങളുടെ ഇടയിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് നിന്റെ പെങ്ങളാണ്. ആ പെങ്ങളെ എനിക്ക് ഇല്ലാതാക്കണം എന്നൊക്കെ നമ്മുടെ അശ്വിന്റെ മുഖത്ത് നോക്കി നമ്മുടെ ശ്യാം പറയുവാട്ടോ. എന്തൊരു ധൈര്യമല്ല അയാൾക്ക്. സ്വന്തം അനിയന്റെ അടുത്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ബോധം പോലും ഇല്ല. ആകെപ്പാടെ മെന്റൽ അടിച്ചിരിക്കുവാട്ടോ നമ്മുടെ ശ്യാമിന്. അപ്പൊ നമ്മുടെ ശ്യാം പറയുന്നുണ്ട്, ഞാനും ശ്രുതിയും തമ്മിൽ പണ്ടേ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ അശ്വിൻ, എടാ നീയും ശ്രുതിയും തമ്മിൽ, ശ്രുതിയും എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്യാമിന്റെ ആ ഒരു ഷോട്ടിന് കുത്തിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നു. ഇനി എന്തൊക്കെയായി തീരും കഥ അല്ലേ. ഒന്ന് നമ്മുടെ അശ്വിനും ശ്രുതിയും ഒന്ന് സെറ്റായിട്ട് വന്നതായിരുന്നു. അപ്പൊ അതാ നമ്മുടെ ശ്യാം അതിൻ്റെ ഇടയിൽ കൊണ്ട് ഇടങ്കോലിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഔട്ടായി കഴിഞ്ഞു അല്ലേ. അതപ്പോ നമ്മുടെ ശ്രുതി വലിയ കാര്യത്തിന് നമ്മുടെ അശ്വിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, അശ്വിന്റെ ആ ഒരു പ്രണയമൊക്കെ അറിഞ്ഞിട്ട്. പക്ഷേ അശ്വിൻ ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ ശ്രുതിയെ നോക്കുന്നുണ്ട് രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായി തീരും അല്ലെ കൂട്ടുകാരൻ. നമ്മുടെ ശ്രുതി എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഇനി നമ്മുടെ അശ്വിൻ വിശ്വസിക്കില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശ്യാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ. എന്തൊരു കഷ്ടമാണല്ലേ. ഇനി എപ്പോഴായിരിക്കും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ശ്രുതിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് നമ്മുടെ അശ്വിൻ മനസ്സിലാക്കുന്നത് എപ്പോഴായിരിക്കും അല്ലെ. എന്തായാലും കാത്തിരുന്ന് കാണും. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.